ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, ക്രിസ്തുമസ് വരവായി. സമ്മാനങ്ങളുടെ ഉത്സവമാണ് ക്രിസ്മസ്. ഏറ്റവും നല്ല സമ്മാനം നൽകണമെന്ന ആഗ്രഹമാണ് എല്ലാവരുടെയും ഉള്ളിൽ. പ്രധാന ചിന്തയും അതുതന്നെയാണ്. ഞാൻ എന്ത് സമ്മാനം നൽകും? എന്ത് സമ്മാനം നൽകിയാലാണ് സ്വീകർത്താവിന് ഏറ്റവും ഇഷ്ടമാവുക, എന്നിൽ പ്രീതി തോന്നുക? എനിക്ക് കൈമാറാവുന്ന ഏറ്റവും നല്ല സമ്മാനം കുറെ കൂടെ മെച്ചപ്പെട്ട എന്നെ തന്നെയാണെന്ന് തിരിച്ചറിയണം. മാതാപിതാക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, കുടുംബാംഗങ്ങൾക്ക്, സഭയ്ക്ക്, രാഷ്ട്രത്തിന്, സഹോദരങ്ങൾക്ക് ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്നെ, കുറച്ചുകൂടെ സ്നേഹമുള്ള എന്നെ, കുറച്ചുകൂടെ നന്മയുള്ള എന്നെ, കുറച്ചുകൂടെ കരുതലുള്ള എന്നെ, കുറച്ചുകൂടെ നീതിയുള്ള എന്നെ, കുറച്ചുകൂടെ വിട്ടുവീഴ്ചയുള്ള എന്നെ, കുറച്ചുകൂടെ സൗമ്യതയോടെ ശ്രവിക്കുന്ന എന്നെ നൽകാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത്. പിതാവായ ദൈവം നമുക്ക് നൽകിയ സമ്മാനം തന്റെ ഏകജാതനാണ്, ലോകരക്ഷകനായ ഈശോയാണ്. ഈശോയാകട്ടെ കുരിശു വഴി നമുക്ക് നിത്യരക്ഷ നേടിത്തന്നു. സമ്മാനത്തിന്റെ സന്ദേശം ഇതാണ്: സമ്മാനപ്പൊതിയുടെ കനമോ വലിപ്പമോ അല്ല കാര്യം, സമ്മാനം രക്ഷാകരമാകണം എന്നതാണ്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രക്ഷകനായ ഈശോയെ സമ്മാനിക്കുന്നതാണ് യഥാർത്ഥ സമ്മാനം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് മെച്ചപ്പെടുത്താം, കുറെ കൂടെ എളിമപ്പെടാം, കുറെ കൂടെ സ്നേഹമുള്ളവരാകാം. നമുക്ക് നമ്മെ തന്നെ ഒരു സമ്മാനമായി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാം. നമ്മെയും നമ്മുടെ സമ്മാനം സ്വീകരിക്കുന്നവരെയും അപ്പോൾ ദൈവം ഉയർത്തും. ആമേൻ.